ഞാനിപ്പോ നിൽക്കാൻ ടെറസിൽ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ അടുത്താണ്. അപ്പൊ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ വിളവെടുത്തത് കണ്ട. ഈ ആഴ്ച നമുക്ക് വിളവെടുക്കാനായിട്ട് ഇഷ്ടം പോലെ ഫ്രൂട്ട് ഉണ്ട് കണ്ട. അപ്പൊ നമുക്ക് ടെറസിലൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വിളവെടുക്കാം. നമുക്കിപ്പോ മാർച്ച് തുടങ്ങി നവംബർ വരെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വിളവെടുപ്പ്. ഇത് കണ്ട നമ്മുടെ ടെറസിൽ നമ്മൾ വല്ല ബക്കറ്റിലോ ഡ്രമ്മിലൊക്കെ നട്ട് കഴിഞ്ഞാല് നമ്മുടെ പാരപ്പറ്റിന്റെ അവിടെ നിന്ന് താഴേക്ക് ഇതേപോലെ വീണ് കിടക്കും. ഇതിലൊക്കെ നിറച്ച് ഫ്ലവർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കണ്ട. ഇതില് ഫ്ലവർ ഉണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ മുട്ടുകളുണ്ട്. ഇതിന്റെ മുട്ടുകൾ ഇതേപോലെയാണ് ഇതിന്റെ മുട്ടകൾ ഇരിക്കണത്. അതേപോലെ കായും കണ്ട, പച്ചക്കായ അടിയിലൊക്കെ പച്ചക്കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതേപോലെ ഇങ്ങനെ എപ്പോഴും ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ ഈ കായുള്ള കട്ടിങ് വേണോട്ടോ നമ്മ നടാനെടുക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത വർഷം തന്നെ നമുക്ക് കായ ഉണ്ടായി കിട്ടും. ഈ കട്ടിങ് ഒക്കെ നമുക്ക് കായ ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോ നമ്മ നട്ട് കഴിഞ്ഞാല് നമുക്ക് അടുത്ത വർഷം തന്നെ വിളവെടുക്കാൻ പറ്റും. അപ്പൊ വലിയൊരു പരിചരണം വേണ്ടാത്തൊരു കൃഷിയാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. നമുക്ക് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നടാം. ആഴ്ചയിൽ ഒരിക്കലൊക്കെ നനച്ചാൽ മതി. എന്തെങ്കിലും ജൈവവളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതി. വേറെ പ്രത്യേകിച്ച് വളങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അപ്പൊ എല്ലാവർക്കും ഇതേപോലെ ടെറസിലൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ആവശ്യത്തിനുള്ള ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് എല്ലാ വർഷവും കിട്ടും. അപ്പൊ വിളവെടുപ്പിന്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ സുൽഫത്ത് ഗ്രീനറി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഇട്ടേക്കാം. അപ്പൊ നമ്മ വിളവെടുത്ത് ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ കണ്ട നമ്മ കട്ട് ചെയ്തൊക്കെ വെച്ചേക്കണേണ് കണ്ട. നമുക്ക് ഇഷ്ടംപോലെ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ ടെറസിലൊക്കെ കൃഷി ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കഴിക്കാണ്ട്. ഇതേപോലെ ഫ്രൂട്ട് പറിച്ച് കഴിക്കണമെങ്കിൽ നമ്മ വീട്ടിൽ നട തന്നെ വേണം കണ്ട. നല്ല മധുരം ഉണ്ടാ. നല്ല മധുരം എന്ന് പറയാൻ നല്ല മധുരം. അത് വീട്ടില് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്ത് കഴിച്ചവർക്കൊക്കെ അറിയാം നമ്മുടെ വീട്ടിൽ ഉണ്ടാവണതിന്റെ രുചി. അപ്പൊ വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയതാണ്. അപ്പൊ എല്ലാവരും ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ ടെറസിൽ കൃഷി ചെയ്യണം.